പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 13 വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം ജീവജല വാഗ്ദത്ത വചനമായി നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് 34 സങ്കീർത്തനം 1 സാംസ് 34:1 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ദാവീദിൻ്റെ ജീവിതത്തിലെ വളരെ പ്രാധാന്യമേറിയ ഒരു സന്ദർഭത്തിൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് ഇത്. ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? വേദനയും സങ്കടവും പ്രശ്നങ്ങളും നിറഞ്ഞ സന്ദർഭങ്ങളിൽ കർത്താവിന് നന്ദി കരയറ്റുവാൻ കഴിയുമോ? അതെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അസാധ്യമാണ്, എന്നാൽ ഭക്തന്മാർക്ക് അത് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ പ്രതികൂലത്തെ മാത്രം നോക്കി നിൽക്കാതെ നമ്മെ നടത്തുന്ന പ്രതികൂലത്തിന്മേൽ അതിജീവനം നൽകുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി കരയറ്റുവാൻ ഇന്നത്തെ ദിനം ഇടയാവട്ടെ. വേദനയിലോ നിരാശയിലോ സങ്കടത്തിലോ ഭാരത്തിലോ വിഷമത്തിലോ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ 34 സങ്കീർത്തനം ആവർത്തിച്ച് വായിക്കുക. ദാവീദിനോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ ശീലിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹമേറിയതായി തീരുവാൻ ഇടയാകട്ടെ. ഇന്ന് ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും ഈ വാക്യം പോലെ, ഈ സങ്കീർത്തനം പോലെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരുവാൻ, പ്രശ്നങ്ങളെ നോക്കി